അധിക്ഷേപ പരാമർശം തുടർന്ന് കലാമണ്ഡലം സത്യഭാമ. മോഹിനിയാട്ടത്തിന് സൗന്ദര്യം വേണമെന്നും വെളുപ്പാണ് സൗന്ദര്യമെന്നും സത്യഭാമ. കലോത്സവത്തിൽ പല കുട്ടികളും മേക്കപ്പിന്റെ ബലത്തിലാണ് രക്ഷപ്പെടുന്നതെന്നും അവർ ആരോപിച്ചു. മോഹിനിയാട്ടം കളിക്കുന്നത് മോഹിനിയാകണം, മോഹനനാകരുത്. താൻ പറഞ്ഞത് RLV രാമകൃഷ്ണനെതിരെയല്ല. പറഞ്ഞ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നതായും സത്യഭാമ പ്രതികരിച്ചു. RLV രാമകൃഷ്ണനെതിരായ ജാതി അധിക്ഷേപത്തിൽ പ്രതിഷേധം കനക്കുന്നതിനിടെയാണ് സത്യഭാമ വീണ്ടും വംശീയ ജാതിയാധിക്ഷേപം ആവർത്തിച്ചത്. മോഹിനിയാട്ടത്തിന് സൗന്ദര്യം വേണമെന്നും വെളുപ്പാണ് സൗന്ദര്യമെന്നും കറുത്തവർ മേക്കപ്പിട്ട് വൃത്തിയാകണമെന്നും സത്യഭാമ പറഞ്ഞു. ലിംഗവ്യത്യാസം കാണിക്കുന്നതും നിറവ്യത്യാസം കാണിക്കുന്നതും ഒരു കലാകാരിക്ക് ചേരുന്നതാണോ? പിന്നെന്താ ചേരാത്ത? എന്താ ഞാൻ സൗന്ദര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ജേർണലിസ്റ്റ് എടുത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്ന തൊഴിലല്ല ഇത്. ഇതിന് അത്യാവശ്യം സൗന്ദര്യം കുറച്ച് കാര്യങ്ങളും ഇതിനകത്തൊക്കെ വേണം. എൻ്റെ സ്വന്തം അഭിപ്രായം. ഇപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ ഈ കേരളത്തിലും ലോകത്തിലും ഇന്ത്യയിലൊക്കെ ഉണ്ട്. ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ കാണുമായിരിക്കും. അപ്പോൾ അവരുടെ ചിലരുടെ അഭിപ്രായത്തിൽ അവർക്ക് കറുത്ത പയ്യൻ കളിച്ചാലും പെണ്ണ് കളിച്ചാലും അവർക്ക് വിരോധമില്ലെങ്കിൽ അവർ കൊണ്ടുനടന്നോട്ടെ. ഞാൻ എൻ്റെ അഭിപ്രായമല്ലേ പറഞ്ഞത്. RLV രാമകൃഷ്ണനെതിരെയല്ല പറഞ്ഞത്. എന്നാൽ താൻ നേരത്തെ നടത്തിയ പരാമർശങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും സത്യഭാമ പ്രതികരിച്ചു. പിൻവലിക്കാൻ ഞാൻ ആരും അതിന് തേജാവധം ചെയ്തിട്ടില്ല. ഞാൻ ഒരു തേജാവധം ചെയ്തിട്ടില്ല. എനിക്ക് ഇനി പറയാനായിട്ട് ഇതുപോലെ വേദികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ചാനലുകാർ അല്ല നിങ്ങളെ പോലുള്ളവരൊന്നും വരുമല്ലോ. ചാനലുകാർ വരുമ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ 66-ാമത്തെ വയസ്സിൽ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? ഞാൻ പറയും. മോഹിനിയാട്ടം കളിക്കുന്നത് മോഹിനിയാകണം, മോഹനനാകരുത്. കറുത്തവർ മേക്കപ്പിട്ട് വൃത്തിയാകണം. കലോത്സവത്തിൽ പല കുട്ടികളും മേക്കപ്പിന്റെ ബലത്തിലാണ് രക്ഷപ്പെടുന്നതെന്നും സത്യഭാമ ആരോപിച്ചു. കറുത്ത കുട്ടികൾ തന്റെ അടുത്ത് ഡാൻസ് പഠിക്കാൻ വന്നാൽ അവരോട് മത്സരിക്കാൻ പോകേണ്ടെന്ന് പറയുമെന്നും മാധ്യമങ്ങളോട് പ്രകോപിതയായി അവർ പ്രതികരിച്ചു. ജാതി, വർണ്ണ, ലിംഗവെറിയും തീർത്തും അസ്വസ്ഥതയും നിറഞ്ഞ പ്രതികരണമായിരുന്നു സത്യഭാമയുടേത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.